അച്ഛൻ 21 വയസ്സിൽ തൂങ്ങി വെച്ചു. ഞാനിവിടെ 7 വർഷമായി വന്നിട്ട്. എന്റെ വീട്ടുകാർ 7 തവണ വന്നിന്, പിന്നെ വന്നില്ല. ഫോൺ വിളിച്ചാലും എടുക്കൂല. ഞാൻ ഇവിടെ നിക്കണോ അല്ല പോണോ? ഇവിടെ തന്നെ നിക്കണം. അവിടെ ഇരിക്കും. മോൻ കാര്യം കണ്ടിട്ട് അത്തുച്ചോ പഴി തെറ്റിപ്പോയി. എവിടത്തേക്ക്? വീട്ടിലോട്ട് പോകാൻ വേണ്ടി. എന്നിട്ട് ഞാൻ എല്ലാരും ഓടിച്ചോണ്ട് പോയി. അതെയാ, സാരല്ല കേട്ടോ. ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. പിന്നെ തന്നെ സങ്കടം. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ മലപ്പച്ചേരിയിൽ നമ്മളെ ന്യൂ മലബാറിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ പ്രശസ്ത പാട്ടുകാർ, നമ്മളെ കൈരളി പട്ടുമാലെല്ലാം ഫേമസ് ആയിട്ടുള്ള അത്തൂച്ചാൻ്റെ, നമ്മളെ സ്വന്തം ഇച്ച ബർത്ത്ഡേ ആണ്. അത്തൂച്ചാൻ്റെ ബർത്ത്ഡേക്ക് അത്തൂച്ചാൻ്റെ വൈഫും കൂടിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് വീട് വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡും കാര്യമെല്ലാം ഇന്ന് എല്ലാം സ്പോൺസർ ചെയ്തിട്ടുള്ള സർപ്രൈസ് ആയിട്ടാണ്. അത്തൂച്ച ഇത് വീഡിയോ എടുക്കുന്നതിനോട് എതിർപ്പുണ്ടാകുന്നൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചെങ്കിൽ, നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും കുറച്ച് ആൾക്കാർ ഇവിടത്തേക്ക് വന്നിട്ട് അതിനൊരു ഇൻസ്പിറേഷൻ ആകുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. കാരണം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും പബ്ലിസിറ്റി ചെയ്യുന്നതും മൂപ്പർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് അവർക്കായാലും. പക്ഷേ ഇത് നമ്മളെ സ്വന്തം റിസ്കിൽ എടുക്കുന്നത്. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, മുദ്രിച്ചുണ്ട്, അതുപോലെ റഫീച്ചുണ്ട്, വലൈക്കും സലാം. അപ്പോൾ നമ്മുടെ ഡോക്ടറുണ്ട്, എല്ലാവരും സർപ്രൈസ് ആയിട്ട് വന്നിട്ടാണെങ്കിൽ ആളുകളുടെ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നോക്കിയാലേ വീഡിയോ നമ്മളെ റിസ്കിൽ എടുക്കുന്നതാണ്. മൂപ്പരെ അറിയാൻ ഒന്നുമില്ല കേട്ടോ. അറിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത വരാൻ ചാൻസ് ഉണ്ടല്ലേ, മിക്കവാറും ടെൻഷൻ അതന്നെ. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തായാലും ആളിപ്പത്ത് നമുക്ക് കാണാം. ഹായ്, നമസ്കാരം. അറിയോ? നമ്മ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ, കണ്ടിട്ടുണ്ട്. ടീച്ചർ സുഖമല്ലേ? പിന്നെ ഇന്ന് അത്തുച്ചാർ ഫാമിലിയാ? രാവിലെ മുതലേ ഇരിക്കുന്നുണ്ട് അവിടെ. ക്ഷീണം പിടിച്ചാ? ഇല്ലല്ല. ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ട്, ഒരു അതിഥി ഉണ്ട് നമുക്ക്. അതായത് നമ്മളെ ടി വിയിലെല്ലാം മുമ്പ് പാട്ട് പാടുന്ന ഒരാളുണ്ട്. നമ്മളെ നീലേശ്വരക്കാരനാണ്, മാപ്പിള പാട്ടൊക്കെ പാടുന്നത്. ആദിൽ അത്തു എന്ന് പറയും. ആർക്കെങ്കിലും അറിയോ? നിങ്ങളെ ജനറേഷനിലുള്ളവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവല്ലോ. കുറച്ച് ഒരു 90s അല്ലെങ്കിൽ 20s എല്ലാം വരുമ്പോൾ അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പം ടി വിയിലെല്ലാം അതുപോലെ സ്റ്റേജിൽ ഗൾഫിലെല്ലാം പാടുന്ന ആദിൽ അത്തു എന്ന് പറയുന്ന ആള് ഇതേ വരുന്നുണ്ട്. മൂപ്പരെ ബർത്ത്ഡേ ആണ്, പിറന്നാളാണ്. അപ്പം നമുക്ക് വീടിന്ന് ആഘോഷിച്ചു വിടാം എല്ലാവർക്കും കൂടിയിട്ട്, അടിപൊളിയായിട്ട്. ഓക്കെ അല്ലേ? സെറ്റ്. ആള് വരുന്നുണ്ട്. ആളോട് നമ്മൾ പറഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇവിടെ വന്ന് പെട്ടെന്ന് വല്ലതും വിളിക്കാൻ സംശയം ഉണ്ടായി. ഡൗട്ട് അടിച്ചിട്ട് എന്തെങ്കിലും? ഇന്നലെ അടിച്ചിനല്ലേ? ഇന്നലെ അടിച്ചത്. എന്നാലും കാരണം കഴിഞ്ഞതിൽ ഇതേപോലെ തന്നെ ഒരു പരിപാടിക്ക് അവളെ ഏൽപ്പിച്ചിന്. എവിടെ ഏൽപ്പിച്ചാലും ഫ്ലോപ്പ് തന്നെയല്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിലായതുകൊണ്ട് നീ വിളിക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോയത് തന്നെ അല്ലേ. എന്തായാലും ഇപ്പൊ വന്നല്ലേ, വാ നമുക്ക് എന്നാലും ഇന്ന് ഇവിടെ കൂടാം. കൈയടിക്കോ? എടി അയ്യോ. അപ്പോൾ നമ്മുടെ പോയാ മൈക്ക് പോയി. ആള് പാട്ടായിരുന്നു. നാളെ പാട്ടെല്ലാം നമുക്കിനി കേൾക്കാം കുറച്ച് നേരം കഴിഞ്ഞിട്ട്. എല്ലാവരും ഒരു ബർത്ത്ഡേ വിഷ് പറയോ? എങ്ങനെ പറയല്? പറയൂലേ? എങ്ങനെ പറയല്? അയ്യോ, വാ എല്ലാരും ഒന്നിച്ച് പാടിയേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇതിൽ നിൽക്കുന്ന എല്ലാവരും പാട്ടാരാണ്. നമുക്കിന്ന് കുറച്ച് പാട്ടൊക്കെ പാടി കേക്കെല്ലാം മുറിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് അടിച്ചു പൊളിച്ചൂടെ? അത്തുച്ച, ഇത് നമ്മളെ ന്യൂ മലബാർ എന്നുള്ള വന്നിട്ടുണ്ടോ മുമ്പ്? കേട്ടിട്ടുണ്ട്. ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നീ അന്വേഷിക്കുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എനിക്ക് ധാരാളം കേട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. എന്തായാലും ഇവിടെ നമുക്ക് സന്തോഷമാണ് നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ. ഈ ഒരു ദിനത്തിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളെ കണ്ടതും വളരെ സന്തോഷമാണ്. ഇതിൻ്റെ നമ്മളെ അച്ഛനെന്ന് വിളിക്കോ? കുഞ്ഞിൻ്റെ അല്ലേ? ഇവിടുത്തെ എല്ലാ നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ചെയർപേഴ്സൺ
ഈ സ്ഥാപനത്തിന്റെ ഫൗണ്ടർ, നിങ്ങളെ ഫോട്ടോയിൽ കാണുന്നയാളാണ് MM ചാക്കോ എന്ന് പറഞ്ഞയാളാണ് സ്ഥാപനത്തിന്റെ ഫൗണ്ടർ. അദ്ദേഹം ഏകദേശം 3 വർഷം മുമ്പ് നമ്മളെ വിട്ടുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഷീല ചാക്കോ ആണ് ചെയർപേഴ്സൺ. 2 മക്കളാണ്, മനു, സുസ്മിത. 2 പേരും ഒരു അത്യാവശ്യ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവർ കാഞ്ഞങ്ങാട് പോയിട്ടാണ് ഉള്ളത്. ഞങ്ങൾ 16 സ്റ്റാഫുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ് ഈ സ്ഥാപനം മുമ്പോട്ട് പോവുക. ആദിലത്തു എന്ന് പറഞ്ഞ പാട്ടുകാരൻ ഇതാണ്, അദ്ദേഹത്തിൻ്റെ മകൻ സഹ്റാന് പാട്ടുകാരൻ തന്നെയാണ്. അതുപോലെ ഫിസ്റവും പാട്ടുകാരിയാണ്. എല്ലാവരും മറ്റേ കൈരളി TV പട്ടുറുമാലിലൊക്കെ പാടുന്നതാണ്. നിങ്ങൾ TV കാണുന്ന സമയത്ത് ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഇവരെ പാട്ടൊക്കെ. എന്തായാലും നമുക്ക് ഇവരെ പാട്ട് കേൾക്കണം. എന്നാൽ കൈയടിക്കണം എല്ലാവരും. അയ്യവാ അപ്പോൾ ഇങ്ങനെയൊരു ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ എൻ്റെ വൈഫ് ഇത് സാഹിറ, എൻ്റെ ഓളാണ്, ഭാര്യയാണ്. സാഹിറ കാണാനുള്ളൊരു വഴി കണ്ടെത്തിയത് ഈ ഒരു ദിവസം. അപ്പൊ അതിന് പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് വരണമെങ്കിൽ അത് സഹൃദപങ്കൾ തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മളിത് ഡോക്ടറാണ്, നമ്മുടെ സുഹൃത്താണ്, നമുക്ക് ഏതൊരു സമയത്തും നമ്മളെ കൂടെ ഉണ്ടാകുന്ന ഡോക്ടറും കൂടിയാണ്. അതേപോലെ ഗഫൂർ എൻ്റെ ഫ്രണ്ട്, അതേപോലെ റഫീഖ്, ഷഫീഖ്, മുദരിക്കത്ത്, ഇവരുടെ പാട്ടുകാരാണ്. അതേപോലെ എൻ്റെ ബന്ധു ഇത്യാദികൾ എല്ലാവരും ഉണ്ട്, എൻ്റെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതിലുണ്ട്. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ എൻ്റെ ഉമ്മയെ പോലെ തോന്നുന്ന കുറേ മുഖങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ ചെറുപ്പത്തിലുള്ള സമയത്ത് തന്നെ ഉമ്മ മരിച്ചതാണ്. പക്ഷെ ഇവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഉമ്മാന്റെ ഒക്കെ അമ്മന്റെ ഒക്കെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ അമ്മ എന്താണെന്ന് സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു പാട്ടാണ് ഞാൻ പാടുന്നത്. ആയിരം കൂട്ടുന്നവൻ സ്വന്തം തെറ്റുന്നയായിരുന്നു മുത്തുമുഖം മൊഴിയുള്ളിൽ ചോടി. പാട്ട് പാടിയിട്ടാകുമ്പോൾ ആൾക്കൊരു സങ്കടമായി, അത് അപ്പുറം പോയത് കേട്ടാ. കണ്ണ് നിറഞ്ഞു. എന്ത് പറ്റി? മോൻ കാര്യം കണ്ടിട്ട് അത്തുച്ചോ അപ്പുറത്ത് വിളിക്കുന്നു. ഇത് ടീച്ചറാണ്, കുറേ പിള്ളേരെ പഠിപ്പിച്ച ടീച്ചറാണ് ഇവിടെ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് നാട്ടിലത്തെ ആൾക്കാരുണ്ട്, നമ്മൾ മലയാളികളല്ലാത്ത ആൾക്കാരുണ്ട്, വീട്ടുകാരില്ലാത്തതും വീട്ടുകാരുണ്ടായിട്ട് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്താ പാടാനറിയോ? പാടാൻ നമുക്ക് വാ, ഇവിടെ നിന്ന് പാടോ. ബാബാ ഇവിടെ നിക്ക്. എല്ലാരും കേക്കട്ടെ. ഏത് പാട്ടാ പാടാ? എന്റെ കൽവിലെ പാവാട വേണം, മേലട വേണം, ഉമ്മാന്റെ പൊരളെ ഈക്കാന്റെ കരളെ. അടിപൊളിയല്ല? കൈയടിക്കെല്ലാരും. അടിപൊളിയല്ലേ? മാല പൊട്ടിപ്പോയാ? എനിക്ക് വഴി തെറ്റിപ്പോയി. ഏടത്തേക്ക്? വീട്ടിലോട്ട് പോവാൻ വേണ്ടിട്ട്. എന്നിട്ട് ഞാൻ എല്ലാരും ഓടിച്ചോട്ട് പോയി. അതെയാ? സാരല്ല കേട്ടോ, ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. പിന്നെന്തിനാ സങ്കടം? അല്ല, അടി നമുക്ക് കേക്കെല്ലാം മുറിച്ചിട്ട് പാട്ട് പാടാ. ഇപ്പൊ അവിടെ ഇരുന്നോ? വാ, അവിടെ ഇരുന്നോ. വാ.
കേക്ക് മുറിക്കാൻ വെക്കാം എല്ലാവർക്കും. നിങ്ങളും വരും എല്ലാരും കേക്ക് മുറിക്കുമ്പോ നിങ്ങളെല്ലാം സമ്മതത്തോടു കൂടി ആദ്യം മുറിച്ചിട്ട് ഞാൻ എന്റെ വൈഫിന് കൊടുത്തോട്ടെ, സമ്മതത്തോടു കൂടി. ആ ഫോട്ടോ എടുത്തോ? അന്ന് ഞാൻ മാല ചോദിച്ചിട്ട് മാല തന്നിട്ടില്ല. തരുമോ? മാല തരുമോ? മാല തരുമോ? കൊണ്ടോട്ടെ? ഇതെന്താണ്? ലേഹിയല്ലോ. തുപ്പാനാ? ആ ആരും എനിക്ക് മാല തരില്ല. അല്ല സ്വർണത്തിൻ്റെ മാല തരുമോ? സാറ് എന്ന് വിളിക്കുന്നത് മോനല്ലേ? ആ മോനെന്ന് വിളിച്ചാൽ പോരെ? അതല്ലേ? ആ സാർ ആ മാലെല്ലാം ഉണ്ടല്ലോ. എല്ലാവർക്കും ഉണ്ടാ മാല? ചേച്ചി വാങ്ങി തന്നതാ. ആ ചേച്ചി ഇന്ന് ലീവല്ലേ? ചേച്ചിക്ക് എപ്പോഴും പണിയാ. ആ പറമ്പ് 6:30 കയറാൻ. അതല്ലേ? സാരല്ല കേട്ടോ. അതെ ഉപ്പിട്ടോ മുളകിട്ടോ ഒന്നും ചിന്തിക്കണ്ട. അത് വഴിക്കൊന്നും വേണം. മരുന്ന് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. എന്റെ അച്ഛൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ട്രെയിൻ അലച്ചു. എന്റെ അമ്മ ഒന്നും ഇല്ല ഇല്ല പ്രശ്നമില്ല. അച്ഛൻ 21 വയസ്സിൽ തൂങ്ങി വെച്ചു. ഞാനിവിടെ 7 വർഷമായി വന്നിട്ട്. എന്റെ വീട്ടുകാർ 7 തവണ വന്നിന്, പിന്നെ വന്നില്ല. ഫോൺ വിളിച്ചാലും എടുക്കൂല. അതെയാ? ഞാൻ ഇവിടെ നിക്കണോ അല്ല പോണോ? ഇവിടെ തന്നെ നിക്കണം. അവിടെ ഇരിക്കി. ടെൻഷൻ ഇരുന്നു സംസാരിക്കുക. എല്ലാത്തിനും ഇതെല്ലാം തരുന്ന ദൈവമല്ലേ, ദൈവമല്ലേ എന്നാ എന്റെ അതല്ലേ? കേക്ക് തരാട്ടോ എല്ലാവർക്കും. കഴിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ബിരിയാണി ഒക്കെ കഴിക്കണം. അങ്ങനെ കേക്കെല്ലാം മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളുടെ അമ്മമാര് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്കിവിടെ 120 ഇൻമേറ്റ്സ് ആണുള്ളത്. അതിൽ തന്നെ ഏകദേശം 60 പേര് മാനസിക വൈകല്യമുള്ളവരുണ്ട്. 22ഓളം കടപ്പ് രോഗികളുണ്ട്. നമ്മുടെ ഈ സ്ഥാപനം നിങ്ങൾ അറിയാം, ഒരു ഫോട്ടോ കണ്ട് നോക്കിയിരുന്നപ്പോൾ MM ചാക്കോ എന്ന് പറയുന്ന ഒരാൾ, ബേസിക്കലി അദ്ദേഹം വയനാട് സ്വദേശിയാണ്. അദ്ദേഹമാണ് ഈ സ്ഥാപനം 23 വർഷം മുമ്പ് തുടങ്ങുന്നത് ഇവിടെ. അദ്ദേഹത്തിന് 75% ഡിസേബിൾഡ് ആയിരുന്ന ആൾ. അരയ്ക്ക് താഴേക്ക് പോളിയോ വന്ന് ഒരു പരസഹായം കൂടാണ്ട് നടക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. അദ്ദേഹം ആണ് ഈ സ്ഥാപനം 23 വർഷം മുമ്പ് ബേക്കൽ പള്ളിക്കരയിൽ ഈ സ്ഥാപനം 7 പേരുമായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ 23 വർഷത്തിനിപ്പുറം ഏകദേശം 2000ഓളം ആളുകൾക്ക് അഭയം കൊടുക്കാൻ പറ്റിയ സ്ഥാപനമാണിത് കേട്ടോ. പോന്നോളൂ പാ. ഇത് നമ്മുടെ അമ്മമാരുടെ ഒരു ഡോർമെട്രിയാണ് ഇവിടെ. ഇവിടെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നവരൊക്കെ നമ്മൾ പുറത്തിറക്കി ഇരുത്തും. ഇപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ടാണ് അവരൊക്കെ ഉള്ളിലേക്ക് കയറ്റുക കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് കുമ്പളപ്പള്ളിയുള്ള ഒരു അമ്മയാണ്. ഏകദേശം 7 മാസമേ ഉള്ളൂ നമ്മുടെ ഈ അമ്മ നമ്മളെ കൂടെ വന്നിട്ട്. ഈ അമ്മയ്ക്ക് ഒരു മോനുണ്ടായിരുന്നു, ഒരു ഓട്ടിസം വന്നിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ ആ അമ്മ മോനെ ചേർത്ത് പിടിച്ച് എപ്പോൾ അവർ ഒരുമിച്ചായിരുന്നു. അമ്പലങ്ങളിൽ ഉത്സവത്തിന് പോകുമ്പോഴായാലും മറ്റെവിടെ പോയാലും ആ അമ്മ മോനെ ചേർത്ത് പിടിച്ച് അവർ ഒരുമിച്ചായിരുന്നു. പക്ഷേ ആ മോൻ പെട്ടെന്ന് വേർപിരിഞ്ഞു പോയി, മരണപ്പെട്ടു. അതിനുശേഷം എന്താ പറയണ്ടേ, ആ വേർപാട് ഉൾക്കൊള്ളാൻ ഇപ്പോഴും അമ്മയ്ക്കാവുന്നില്ല. ഇപ്പം അവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ മോന് ഭക്ഷണം കൊടുക്കുക, മോനെ കുളിപ്പിക്കുക, അങ്ങനെ ആ മോൻ്റെ ഓർമ്മകളുമായിട്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ് കേട്ടോ. പുറത്ത് ബാത്റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ വേസ്റ്റ് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക, അങ്ങനെ ആ രീതിക്കൊക്കെ അസ്വസ്ഥ കാണിക്കുന്ന ഒരു അമ്മയാണ്.
ഒരു ഷെയ്ക്ക് ഹാൻഡ് എടുത്തേ അമ്മയ്ക്ക്. വാ അയ്യോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. ഒരിക്കലും ഇങ്ങനെ ആരിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വരെ വന്നിട്ട് തിരിച്ചിങ്ങ് വന്നില്ലെങ്കിൽ സങ്കടത്തോട് ചോദിക്കും, എന്തേ അവർ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ല എന്ന് ചോദിക്കും അവർ. ഈ അമ്മയ്ക്ക് ഒരു മോളാണുള്ളത്, ഒരു മോളുണ്ട്. അവർ എഡ്യൂക്കേറ്റഡ് ആണ്. അവർ ഇവിടെ ബോംബെയിൽ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻഫോസിസിലാന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് മോളെ കാണണം, മോളോട് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഓഫീസ് ഫോണിൽ വിളിച്ചാൽ അവർ ഫോൺ എടുക്കാറില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ഫോണിൽ വീഡിയോ കോൾ ചെയ്താൽ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ജസ്റ്റ് അമ്മയുടെ മുഖം കാണുമ്പോൾ ഫോൺ കട്ട് ചെയ്യും. ജസ്റ്റ് എന്താ പറയണ്ടേ, അമ്മ എന്നൊന്ന് വിളിക്കാൻ താല്പര്യമില്ല. പക്ഷേ എന്താ പറയണ്ടേ, ഞങ്ങളിപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞ് അല്ലേ സുനിതാമ്മ, മഴക്കാലം കഴിഞ്ഞ് ഓണമൊക്കെ ആകുമ്പോഴേക്കും മോള് വരുന്ന് കാത്തിരിക്കുന്നുണ്ട്. വരും, നമുക്ക് വിളിക്കാം അല്ലേ. അപ്പോൾ അമ്മയ്ക്ക് കുടുംബക്ഷേത്രത്തിൽ കാസർഗോഡ് ഒരു നേർച്ച കഴിക്കാനുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയിൽ പോവാം കേട്ടോ. മോള് വന്ന് കഴിയുമ്പോൾ പോവാം. ഹാപ്പിയാണോ ഇവിടെ? വെറുതെ പറയണ്ട, എന്തോ ബുദ്ധിമുട്ട് മുഖത്ത് എന്തോ സംഗന്ധ വിഷമമൊക്കെ പറഞ്ഞു. ഇവരോട് പറയുക ഡോക്ടർ, ഈ കൂടെ ഡോക്ടേഴ്സ് ഉണ്ട്. ഇല്ല ആണോ? ഇതാ ഇന്നല്ലേ ഇദ്ദേഹത്തിൻ്റെ പിറന്നാളാണിന്ന്. ആ കേക്ക് കിട്ടിയായിരുന്നോ? കേക്ക് വന്നായിരുന്നോ? കഴിച്ചു. ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഇദ്ദേഹമാണ് നല്ല പാട്ട് ഇപ്പോൾ പാടുന്നത്. കേട്ടായിരുന്നോ? പാട്ട് കേട്ടായിരുന്നോ? ഈ അമ്മയ്ക്ക് ഷിവറിങ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ തനിച്ച് നടക്കാനാവുന്നില്ല. കൈ അടിച്ചായിരുന്നു അല്ലേ? വെരി ഗുഡ്. ഞാൻ ഇവരെ ഒന്ന് എല്ലാ സ്ഥലവും കാണിച്ചിട്ട് വരാം കേട്ടോ. പല പേരെന്തായിരുന്നു? മാനസിക വൈകല്യമുള്ളവരുണ്ട്. അതിൽ തന്നെ 90% ആളുകളും ഊളംപാറയിലും കുതിരവട്ടത്തും മുള്ളേഴ്സിലടക്കം ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ബെറ്റർ ആവേണ്ടി എത്തിപ്പെട്ടവരാണ്. പക്ഷേ കറക്റ്റ് മെഡിസിനും ഫുഡും പോകുന്നുണ്ട്. എല്ലാവരും തന്നെ സ്റ്റേബിളാണ്. പക്ഷേ ചിലർ കുറച്ച് അസ്വസ്ഥ കാണിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് കുറച്ച് സമയം ഒന്ന് സെല്ലിൽ, ഇതേപോലെ സെല്ലുകളെല്ലാം ഫ്ലോറിലും ഉണ്ട്. ഒരു മണിക്കൂർ ഉറങ്ങി കഴിയുമ്പോൾ അവർ ഓക്കെ ആവും. ഈ മകൻ ചിറ്റാരിക്കാലാണ് വീട്, ചട്ടമല. ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഇവിടെ എത്തിപ്പെട്ടതാണ്. പിന്നെ പുറത്തു വിട്ടാൽ ഇങ്ങനെ ബീഡിയുടെ കുറ്റിയോ അല്ലെങ്കിൽ മുറുക്കാൻ്റെ കവറോ ആ വേസ്റ്റൊക്കെ തപ്പി പരക്കം പായും. ആ ഒരു അഡിക്ഷൻ ഇപ്പോഴും ആൾക്കും മാറിയിട്ടില്ല. തോമസ് രാത്രിക്ക് 2 ബെഡ് ചേർത്തിട്ട് നിലത്ത് ബെഡ് വിരിച്ച് ഒരു 6-7 പേര് നിലത്ത് കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലപരിമിതി വല്ലാതെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ ആളുകൾ നമുക്ക് നിലവിലുണ്ട് ഇവിടെ. കാരണം ഈ സ്ഥാപനത്തിൽ ഒരു അഡ്മിഷൻ, ഒരു അഭയം ചോദിച്ച ഒരാൾ വരുമ്പോൾ അവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയൊന്നും നോക്കാണ്ട് അഡ്മിഷൻ കൊടുക്കുന്നൊരു ശീലമാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ അധികമായി, സൗകര്യം കുറവുമാണ്. നമ്മളൊരു പുതിയ ബ്ലോക്കിൻ്റെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ അത് ജെൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം സൗകര്യമാകും. നമ്മളിവിടെയുള്ള ഓരോ മക്കൾക്കും ഇവിടെ എത്തിപ്പെട്ടതിന് പിന്നെ ഓരോ കഥകൾ പറയാറുണ്ട്. ഇദ്ദേഹം എനിക്ക് കാഞ്ഞങ്ങാടാണ് കേട്ടോ, കാഞ്ഞങ്ങാട് കോവൂൽ സ്ഥലമില്ലേ, മുഹമ്മദ് കുഞ്ഞ് എന്നാണ് പേരാളുടെ. 12 വർഷം മുമ്പ് നമ്മളേറ്റെടുത്തൊരു മോനാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇയാളുടെ ഉമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ആൾക്കും മാനസിക വൈകല്യമുള്ളവരാണ്. വീട്ടിൽ നിന്ന് ഇങ്ങനെ ദുർഗന്ധം വരുന്ന കണ്ട് നെയ്ബേഴ്സ് കയറി നോക്കുമ്പോൾ ഒരു ബെഡിൽ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചു കിടക്കുന്നുണ്ട്. ഏകദേശം ആ ബോഡിക്ക് 4 ദിവസം പഴക്കമുണ്ടായിരുന്നു. പുഴു വരിച്ചൊരവസ്ഥയിലായിരുന്നു. ന്യൂസ് ഓർമ്മയുണ്ടാവും. അദ്ദേഹമാണിത്. ഈ അടുത്ത് വരെ ആൾ ഓക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആൾക്ക് പെട്ടെന്ന് ഷുഗർ കൂടിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച പരിഹാരത്ത് അഡ്മിറ്റായിരുന്നു. റൈസ് ട്യൂബൊക്കെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പം അതൊക്കെ മാറ്റി ഫുഡ് വാരി കൊടുത്താൽ കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ആൾ. കനത്തടി ആളുടെ വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. നമ്മൾ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വീടെന്ന് പറയാനൊന്നും ഒരു ഷീറ്റ് വലിച്ച് കിട്ടിയിട്ടേ ഉള്ളൂ. ശരിക്കും ഒരു കുടിയിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞ അവസ്ഥയാണ്. അങ്ങോട്ട് കറണ്ടില്ല, ടോയ്ലറ്റ് ഇല്ല, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെയും ഭാര്യയെ നമ്മൾ കൂട്ടിയിട്ട് വന്നതാണ്. ഈ പുള്ളി മരത്തിൽ നിന്ന് വീണിട്ട് അരയ്ക്ക് താഴേക്ക് തളർന്നു പോയി. അങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ പോയി 2 പേരെയും കൂട്ടിയിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ ജെൻസിന് വേണ്ടി പണിയുന്ന പുതിയ ബ്ലോക്കാണിത് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ഒരു മോനാണ്. ആള് കുറേ വർഷം ഓട്ടോ ഓടിച്ച് ഇങ്ങോട്ടുണ്ടായിരുന്നു. അത് പറയണ്ടടാ, ഞാൻ ഇവരോട് ഓട്ടോ വാങ്ങിച്ചു തരാൻ പറയാൻ പോയിരുന്നു. അപ്പോൾ അതിനുശേഷം ആള് 2 വർഷം ദുബായ് മീഡിയ സിറ്റിയിൽ പണിയെടുത്താണ്. അവിടുന്ന് എന്തോ സംഭവിച്ചാണ്. ഇപ്പം 8 വർഷമായിട്ട് മിടുക്കനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. സാറേ അല്ലാന്റെ കാൽപ്പടികൾ വേറെ ഏതെങ്കിലും പാട്ട് എനിക്ക് ഒരു സിനിമ പാട്ടായി മതി. അല്ലാഹിൻ കാരുണ്യമിൽ ഭൂമി
എല്ലാരും എത്തിയിങ്ങനെ സൂപ്പർ അല്ലേ? ഓർക്കുന്നുണ്ട് കേട്ടോ പാട്ടൊക്കെ എനിക്ക് അതല്ല, പക്ഷെ ഒരു നല്ലൊരു ഓട്ടം ഞാൻ പറയാം പറയാം കേട്ടോ. അവിടെ ഇരുന്നു ചോറിക്കാൻ വേണ്ടി ഇരുന്നു. നമ്മൾ ആദ്യം നടന്ന് വന്ന് ഭക്ഷണം വാങ്ങാത്തവർക്ക് ആണ് ഇപ്പം ഈ വിളമ്പി വെക്കുന്നത്. അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്ത് കുറച്ച് പേർക്ക് വാരി കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. അവർക്ക് കൊടുത്ത ശേഷം ബാക്കിയുള്ളവർ ലൈനായിട്ട് വന്ന് ഫുഡ് വാങ്ങിക്കുക കേട്ടോ. ഇനി ഗവൺമെൻറ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് തരാൻ പറ്റും. പക്ഷേ ഗ്രാൻഡ് നമുക്ക് കിട്ടണമെങ്കിൽ ഗവൺമെൻറ് പറയുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഇത്ര പേഷ്യൻ്റേ പാടുള്ളൂ, ഇത്ര പേഷ്യൻ്റ് ഇത്ര സ്റ്റാഫ് വേണം, അങ്ങനെ അവർ നിഷ്കർഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്കത് പാലിച്ചാൽ മാത്രമേ നമുക്ക് ആ ഗ്രാൻഡ് കിട്ടുള്ളൂ. ഇവിടുത്തെ അമ്മയില്ലേ, അമ്മയുടെ ചേച്ചിയുടെ മോനാണ്, എറണാകുളം ആൾ. അപ്പം നമ്മളോട് ശുശ്രൂഷ ചെയ്ത് ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ട്. ബിരിയാണി കഴിച്ചിട്ട് പാട്ടും ഡാൻസും സെറ്റല്ലേ? ഓ, ഇത് എൻ്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇവിടെ തന്നെ കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇതും എൻ്റെ വകയാണ്. ഓക്കെ, വാ, ആ മുട്ടായി എല്ലാവർക്കും ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാം. കൊടുക്കാം.